നിരാശാജനകമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ടെലിവിഷൻ ചാനലുകൾ അദ്ദേഹം ശ്രദ്ധാപൂർവം കണ്ടിരുന്നു എന്നതിന്റെ ഒരു സ്ഥിരീകരണമായി മാത്രം അദ്ദേഹത്തിന്റെ ഈ ദീർഘമായ വാർത്താ സമ്മേളനം പരിമിതപ്പെട്ടുപോയി. ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നിരാശാജനകമായിരുന്നു എന്നത് തികച്ചും ശ്രീ വേണുവിന്റെ വ്യക്തിഗതമായ വിലയിരുത്തലും അഭിപ്രായവുമാണ്. അരുവിക്കരയിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് അങ്ങനെയല്ല അത് അനുഭവപ്പെട്ടത്. പിന്നെ നിങ്ങൾ പുറത്തിറങ്ങിയെന്നൊരു പ്രയോഗം, ആ പ്രയോഗവും അനുചിതമാണ്. ഇതുവരെ അരുവിക്കരയിൽ അദ്ദേഹം എവിടെയോ വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നില്ല. ഇടതുപക്ഷ മുന്നണിയുടെ എല്ലാ ബൂത്ത് തല യോഗങ്ങളിലും ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളിലും എല്ലാ ദിവസവും മുഴുവൻ സമയവും അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തന ചുമതലകൾ കണിശമായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്താ സമ്മേളനം നടത്തിയതിൽ നിന്നാണ് അത് കുറച്ച് കൂടിപ്പോയിരുന്നു നിങ്ങൾക്ക് ആക്ഷേപം. പിണറായി വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ലെങ്കിൽ അത് ആക്ഷേപം, വാർത്താ സമ്മേളനം നീണ്ടുപോയാൽ അത് ആക്ഷേപം. അതങ്ങനെയാണല്ലോ പൊതുവെ കുറെ നാളായിട്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടെലിവിഷൻ ചാനലിൽ വരുന്ന കാര്യങ്ങൾ അടുക്കിപ്പെറുക്കി അദ്ദേഹം ഒന്ന് വായിച്ചു. അതാണ് അതിലേറെ നിരാശാജനകം. പിണറായി വിജയനെ പോലെ ഒരു പ്രമുഖനായ നേതാവിന് അരുവിക്കര പോലെ കേരളത്തിന്റെ രാഷ്ട്രീയ പ്രതിധ്വനിയാകും, കേരളം ഈ പറയുന്ന സർക്കാരിന് നൽകുന്ന തിരിച്ചടിയാകും എന്നൊക്കെ അവകാശപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനം മുഴുവൻ എഴുതി വായിക്കൽ സ്വരാജ്. എനിക്ക് അത്ഭുതം തോന്നുന്നു. വാർത്താ സമ്മേളനങ്ങളെക്കുറിച്ചും അതിൽ പ്രയോഗിക്കേണ്ട വാക്കുകളെക്കുറിച്ചും ശൈലിയെക്കുറിച്ചും ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടുണ്ടാവാം. ആ കാഴ്ചപ്പാട് പിണറായി വിജയൻ അംഗീകരിക്കണമെന്ന് വാശി പിടിക്കരുത്. അതൊരു പക്ഷെ വേണു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ സ്വീകരിക്കേണ്ടതായ ഒരു രീതിയാണ്. എനിക്ക് ആ വാർത്താ സമ്മേളനം നിരാശാജനകമായിട്ടല്ല തോന്നിയത്, ആവേശനിർഭരമായിട്ടാണ്. അരുവിക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്വീകരിക്കുന്ന കുടിലതന്ത്രങ്ങളെ, തറവേലകളെ തുറന്നു കാണിക്കാനും എങ്ങോട്ടാണ് അരുവിക്കര പോകുന്നതെന്നും എന്തുകൊണ്ടാണ് പോകുന്നതെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം കൃത്യമായി സൂചിപ്പിക്കാനും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ സാധിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ സഫലമായ, സാർത്ഥകമായ വർത്തമാനകാല രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി ജനമനസ്സുകളിലേക്ക് എത്തിക്കുന്ന വാർത്താ സമ്മേളനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു നിമിഷം. വസ്തുതാപരമായ പിഴവുകൾ സംഭവിക്കുന്നു പിണറായി വിജയന്, വസ്തുതാപരമായ പിഴവുകൾ. ഏറ്റവും വലിയ ശക്തിയോട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നു 3ാം സ്ഥാനത്തേക്ക് CPM പോകുമെന്ന്. അങ്ങനെ പറയുമ്പോൾ 1ാം സ്ഥാനത്ത് ആരാണ് എന്ന് അദ്ദേഹം പറയുന്നില്ല എന്ന്. BJP വന്നാൽ പോലും കുഴപ്പമില്ല എന്ന മാനസികാവസ്ഥയിലേക്ക് ഉമ്മൻചാണ്ടി പോയി എന്ന ശുദ്ധ അസംബന്ധമാണത്. ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനം കേട്ടിട്ടെങ്കിലും തുടങ്ങണമായിരുന്നു 12 മണിക്ക് വാർത്താ സമ്മേളനം. 1 മണിക്കൂർ മുമ്പ് ഉമ്മൻചാണ്ടി പറയുന്നത് തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്ത് ജനവിധിയാണോ സംഭവിച്ചത് അതേ കാര്യം തന്നെ അരുവിക്കരയിൽ ആവർത്തിക്കും. 3ാം സ്ഥാനത്തേക്ക് CPM പോകുമെന്ന്. അപ്പൊ 1ാം സ്ഥാനത്ത് ആരായിരുന്നു? വസ്തുതാപരമായ പിശകാണ്. ശ്രീ വേണുവിന് പൂർവ്വനിശ്ചിതമായ ഒരു നിലപാട് പിണറായിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ കുറിച്ച് ഉണ്ട്. വസ്തുതാപരമായ പിശകൊന്ന് തിരിച്ചു തരാം. പറയട്ടെ, ന്യായമായും ബലമായും ഞാൻ സംശയിക്കുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് മുൻവിധിയുമുണ്ട്. തന്നെയുമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ വാർത്താ സമ്മേളനം പിണറായി വിജയൻ നടത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട്. ആ ആഗ്രഹം തുടങ്ങൂലല്ലോ, പള്ളി പറഞ്ഞാൽ നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് പിണറായി വിജയൻ എങ്ങനെ വാർത്താ സമ്മേളനം നടത്തണം. ഒരുപാട് വാർത്താ സമ്മേളനങ്ങൾ നടത്തി പരിചയമുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായ വിജയം പോലെയെന്ന ആലങ്കാരികമായ പദപ്രയോഗങ്ങളുടെ ധാരാളിത്തം കൊണ്ടല്ലല്ലോ ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി അവരുടെ വിജയപ്രതീക്ഷകളെ പറയേണ്ടത് ഞങ്ങൾ ജയിക്കുമെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടോ? പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതിനെ വിമർശിക്കാൻ പിണറായിക്കുള്ള അധികാരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരുന്നു? അതാണ് അരുവിക്കരയിൽ സംഭവിക്കാൻ പോകുന്നത്. തിരുവനന്തപുരം പാർലമെന്റ് സ്ഥാനത്ത് BJP ആയാലും കുഴപ്പമില്ലാത്ത മാനസികാവസ്ഥയിലേക്ക് ഉമ്മൻചാണ്ടി പോയി എന്ന് ഏത് തരത്തിലാണ് പിണറായി വിജയൻ എത്തുന്നത്? കഷായം കുടിച്ച മുഖവുമായി ഇതുവരെയുള്ളതിൽ വെച്ച് ദയനീയമായ ശരീരഭാഷയുമായി ഉമ്മൻചാണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തെ മനസ്സിന്റെ ഉള്ളറകളിൽ മൈൽഫീൽ തുണ്ടുപോലെ സൂക്ഷിക്കാൻ കഴിയുന്ന അത്ര ഹൃദയഹാരിയായി വേണുവിന് അനുഭവപ്പെടുകയും വർത്തമാനകാല രാഷ്ട്രീയ സംഭവവികാസങ്ങളോടെല്ലാം കണിശമായി പ്രതികരിച്ചുകൊണ്ട് ഭരണപക്ഷത്തെ രൂക്ഷമായി കടന്നാക്രമിച്ച പിണറായിയുടെ വാർത്താ സമ്മേളനത്തോട് അരോചകത്വം തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ശ്രീ ജോസഫ് വാഴക്കൻ ഈ ചർച്ചയിൽ നിന്ന് എഴുന്നേറ്റ് പോയാലും തകരാറില്ല. നിങ്ങൾ ആ പങ്ക് കൂടി നിർവഹിച്ചോളൂ. അതാണ് നിൽക്കുന്നത്. എനിക്ക് മന്ത്രിക്കെതിരെ, ധനമന്ത്രിക്കെതിരെ, മറ്റു മന്ത്രിമാർക്കെതിരെ ഒക്കെ ആരോപണം വരുമ്പോൾ തന്റെ ഇടത്തോടെ അന്വേഷിച്ച സർക്കാരാണ് ഞങ്ങളുടേത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ശ്രീ CP ജോൺ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം അക്കമിട്ട് ഇവരെല്ലാവരും നിരത്തുന്നുമുണ്ട്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോ
ഞാൻ നിങ്ങളോട് പണമോന്ന് ചോദിച്ചിട്ടാണ് പറഞ്ഞത്. നിശ്ചയമായി. പക്ഷേ ഇത്ര ദുർബലനാണ് നിങ്ങളെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനങ്ങനെ പറയുകയും ചെയ്യുമായിരുന്നില്ല. അതായത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി അല്ല ഞാൻ പറഞ്ഞത്. എന്നിട്ടും വിഷമമായെങ്കിൽ അതിലെനിക്ക് സന്തോഷമുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അല്ലല്ല, അങ്ങനെയല്ല. നിങ്ങൾ എന്നോട് പറഞ്ഞ് മുൻകൂട്ടി പറഞ്ഞ് നിങ്ങൾ അനുമതിയും വാങ്ങേണ്ട കാര്യമില്ല. എനിക്ക് വിഷമിച്ചോ എന്ന മനഃശാസ്ത്രപരമായ വിശകലനവും നടത്തേണ്ടതില്ല. അങ്ങേക്ക് ഞാൻ ചോദിച്ച കാര്യങ്ങൾക്ക് മാത്രമല്ല പരിഹസിച്ചുകൊണ്ട് വായടപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞത് പരിഹാസമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിശകലനത്തിന്റെ ഒരു ദൗർബല്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളിലേക്ക് വരാം. അതിന് സമയം തരുന്നില്ല. നിശ്ചയമായി ഇതിൽ മാത്രമല്ല സുരേൻ എപ്പോഴെങ്കിലും ഇടപെടാം ചർച്ച. അല്ല, ഞാനൊരു ജനാധിപത്യ ആയിക്കോട്ടെ കേൾക്കുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ ആദ്യം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. പിണറായി പറഞ്ഞ ചില വാക്കുകളെ സംബന്ധിച്ച് ശ്രീ CP ജോൺ പറഞ്ഞിട്ടുള്ള വിശകലനങ്ങളും. ഈ വാക്കുകൾ മോശമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മോശമായ വാക്കുകൾ എന്തുകൊണ്ട് പറയേണ്ടി വന്നു? മോശമായ കാര്യം നിങ്ങൾ ചെയ്തതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലല്ലേ ഈ കാര്യങ്ങൾ പുറത്തുവിട്ടത്. ഞാൻ എന്റെ റോൾ മോഡൽ ഉമ്മൻചാണ്ടിയാണെന്ന് പറയുന്ന സോളാർ തട്ടിപ്പ് നായികയുടെ സംഭാഷണം പുറത്തു വരുന്നു. അവർ രഹസ്യമായി പറഞ്ഞൊരു കാര്യം പുറത്തു വന്നതിൽ നിന്നാണ് ഈ കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. അപ്പൊ വൃത്തികേടുകൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. ചെയ്തു കഴിഞ്ഞാൽ അത് പറയുന്ന വാക്ക് മോശമായതുകൊണ്ട് മിണ്ടാതിരിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വാഴക്കാൻ പല കാര്യങ്ങളും പറഞ്ഞു. അതെനിക്ക് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്. ഈ ചർച്ചയിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം പറയാൻ തുടങ്ങിയാൽ പലതും പറയേണ്ടി വരും. നിങ്ങളുടെ പല സഹപ്രവർത്തകരെ കുറിച്ചും എനിക്ക് പറയേണ്ടി വരും. നിങ്ങളിപ്പോ CKP പത്മനാഭനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. അദ്ദേഹം നിങ്ങളോട് പരാതി പറഞ്ഞു. അദ്ദേഹം ആരോടെങ്കിലും പരാതി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് എന്തിനിവിടെ വലിച്ചു കഴിഞ്ഞു? മറുപടി പറയാൻ അദ്ദേഹം ഇവിടെ ഉണ്ടോ? അസംബന്ധങ്ങൾ പറയരുത്. പറഞ്ഞാൽ അതിന് കൃത്യമായ മറുപടി നിങ്ങളുടെ സഹപ്രവർത്തകരുടെ സമീപകാല ചെയ്തികളെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ ചിലപ്പോൾ പൊള്ളും. അപ്പൊ അങ്ങനെ നമുക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ രണ്ട് നേതാക്കന്മാരൊന്ന് കൈകോർത്ത് പിടിച്ച് നിൽക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു. കൈകോർത്ത് പിടിച്ച് നിന്നാൽ ഷോക്ക് അടിക്കൂല. വാഴക്കൻ വിഷമിക്കണ്ട. ആസിയൻ കരാറിന്റേതായ മനുഷ്യത്വങ്ങളൊക്കെ തിരുവനന്തപുരത്ത് രണ്ടുപേരും കൂടി കൈകോർത്ത് പിടിച്ചല്ലേ നിന്ന്. ഇപ്പോഴും എല്ലാ കമ്മിറ്റിയിലും അടുത്തടുത്തല്ലേ ഇരിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ മറ്റേ കുരുട്ടുബുദ്ധിയുടെ ഭാഗമായിട്ട് പുറത്തിറങ്ങി അകത്തിരുന്ന് ഒളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട ചുമതലകളാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. VS നിശ്ചയിക്കപ്പെട്ട ചുമതല VS നിർവഹിച്ചു. പിണറായിക്ക് നിശ്ചയിക്കപ്പെട്ട ചുമതല പിണറായി നിർവഹിച്ചു. എണ്ണയിട്ട യന്ത്രം പോലെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് മിഷനറി അവിടെ മുൻപോട്ട് നീങ്ങി. ഏറ്റവും ഒടുവിൽ ബഹുമാനായ ശ്രീ CP ജോൺ പറഞ്ഞു ചില കാര്യങ്ങൾ. അദ്ദേഹം വളരെ തന്മയത്വത്തോടുകൂടി അസംബന്ധം പറയുന്നതിൽ PhD എടുത്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളെല്ലാം അന്വേഷിക്കാൻ തയ്യാറായല്ലോ, നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങളല്ലേ ഭരിക്കുന്നത്. അന്വേഷിക്കണം തോന്നുന്ന മുഴുവൻ അങ്ങ് അന്വേഷിച്ചോ. അന്വേഷിച്ച് എങ്ങനെയാണ്? KM മാണിക്കെതിരെ പരാതി വരുമ്പോ ഈ നടത്തുന്ന അന്വേഷണമാണെങ്കിൽ ഇതിനേക്കാൾ നല്ല ജോസ് കെ മാണിയെ കൊണ്ട് അന്വേഷിക്കുന്നതാണ്. അതുപോലെ ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥൻ സുയേശൻ എന്താ പറഞ്ഞത്? ആത്മഹത്യയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. അത്ര സമ്മർദ്ദമായിരുന്നില്ലേ? ശ്രീ ജേക്കബ് തോമസ് എന്താ പറഞ്ഞത്? അദ്ദേഹത്തെ ലാവണം മാറ്റിയതിന് അന്വേഷണത്തിന്റെ പകുതിയിൽ വെച്ച് വിധേയരാകാത്ത ഓഫീസർമാരെ ഭീഷണിപ്പെടുത്തുക, അവരെ സ്ഥലം മാറ്റുക, അവരെ പ്രലോഭിപ്പിക്കുക, അവർക്ക് പ്രൊമോഷൻ കൊടുക്കുക, എല്ലാം അട്ടിമറിക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അന്വേഷിച്ചു പോലും. CCTV ദൃശ്യം പരിശോധിക്കാൻ പറഞ്ഞപ്പോ എന്താ മറുപടി? മാഞ്ഞുപോയി എന്നല്ലേ മറുപടി? അതാണോ അന്വേഷണം? മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോ ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? അവസാന ഒത്തുതീർപ്പിന്റെ ഭാഗമായി ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഉത്തരവിട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തന്ത്രപരമായതിൽ നിന്ന് മാറ്റാനുള്ള സർക്കസ് അല്ലേ കാണിച്ചത്? എന്നിട്ട് കേരളത്തിലെ ജനങ്ങളോട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളതൊക്കെ പറയുന്നത്. ശ്രീ സുരേന്ദ്രൻ, ഞാൻ ഇതിപ്പോ